അപ്പം മക്കളെ ജിസാൻ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ രാവിലെ തന്നെ പുലർച്ചെ നീച്ചാണ് ഇവിടെ അടുത്തുള്ള ഒരു കോട്ടയം എന്തോ ഒരു നല്ല രസമുള്ള സ്ഥലം അനീസ് ഉണ്ട് കാരണം അപ്പോൾ അവിടേക്ക് കാണാനായിട്ട് പോകുന്നത്. അപ്പം അനീസൊക്കെ എന്താ റെഡി ആയിട്ട് നിൽക്കണം. ഞാനും അനീസും മുബാരിസും കൂടി ആട്ടോ പോണത്. അപ്പോൾ കുറേ ആയി വ്ളോഗൊക്കെ എടുത്തിട്ട് ഷോർട്സ് ഒക്കെ എടുത്തിട്ട് കാരണം എങ്ങോട്ട് പോകലില്ല. കുറച്ചായിട്ട് ഗാഡിയില്ല, നാട്ടിലും പോകലില്ല, ട്രിപ്പ് ഒന്നുമില്ലല്ലോ. വളരെ നേരത്തെ നമ്മൾ നീറ്റിക്കാണ്ട് പോകുമ്പോൾ ഒരു ഫീൽ. ഇപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ ഭയങ്കര തണുപ്പാട്ടോ, തണുപ്പുള്ള സമയമാണ്. ഒരു നായൊക്കെ അതാണ് നിൽക്കണത്. ഈ പോണ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു തരാം. രസം സ്ഥലം ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. വ്ളോഗ് എടുത്താണ് തുടങ്ങിയാലാണ് പോടുന്നുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ കാണും. ചെക്കന്മാരൊക്കെ ഉറങ്ങാൻ ആരും നീച്ചിട്ടില്ല. ഒന്നാമത് ഒമ്നിയൊന്നും എടുത്താണല്ലോ നമ്മൾ പോണത്. നമ്മള് അനീസിന്റെ ബൈക്ക് എടുത്താണ് പോണത് കേട്ടോ. ഞാനും അനീസും മാത്രമേ പോണുള്ളൂ. അപ്പൊ ഇങ്ങനെ മുബാരിസ് അടിയിൽ നീച്ച് ഞങ്ങൾക്ക് നിസ്കരിച്ചാണ് ഇങ്ങനെ പോകാൻ നിൽക്കണം. മുബാരിസ് നീച്ച് റെഡി ആയിക്കണോ അറിയില്ല. ഇതാണ് നമ്മളെ നാഗമംഗലം ടൗൺ ആട്ടത്. നാഗമൽ ടൗണിന്റെ ഈ സമയത്ത് ഒരു 6 മണി സമയത്തുള്ള ഒരു കാഴ്ചയാണ്. ആൾക്കാർ ഓരോരുത്തരുടെ കടകളൊക്കെ ഇങ്ങനെ ചൂലും വെള്ളമൊക്കെ മുന്നിൽ തളിച്ച് അടിച്ചേരി വൃത്തിയാക്കി. ഇവരങ്ങനെ മുൻഭാഗമൊക്കെ വെള്ളം ഒഴിച്ച് തളിച്ച് വൃത്തിയാക്കി ചിലപ്പോൾ കോലം പോടും. അങ്ങനത്തെ ഓരോ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് കട തുറക്കുക. ലോറികളൊക്കെ അതാ പോണ്. അനീസിത ബൈക്ക് റെഡി ആക്കിക്കൊണ്ടിരിക്കണ്. മുബാരിസ് എത്തിയിരിക്കും. മുബാരിസും കൂടി വന്നുകയാണെങ്കിൽ നേരെ പോകും. ഗുണ്ടപ്പെട്ട എങ്ങനെന്തോ സ്ഥലത്തിന്റെ പേരാണ്. അവിടുത്തെ പോകുന്നത്. ഇത് ഇവിടുത്തെ ഒരു ആധാർ ഗോൾഡ്. നമ്മളെ ആധാർ ഗോൾഡിന്റെ ബാക്കിയെന്ന് തോന്നുന്നുണ്ട് മലയാളീസിന്റെ. ഇതിന്റെ ഇത് ഒരു അപ്പോളോ പറഞ്ഞ ഒരു ഇതാണ്. അതിന്റെ അപ്പുറത്താണ് നമ്മളെ ഷോപ്പ് വരുന്നത്. പുലർച്ചെ ഇങ്ങനെയൊക്കെ എങ്ങോട്ടെങ്കിലൊക്കെ ഇങ്ങനെ പോകുമ്പോ ഒരു വേറെ വൈബ് തന്നെ ഉണ്ടാവും. പിന്നെ കർണാടകയിലാകുമ്പോ പ്രത്യേകിച്ചും രാവിലെ തന്നെ ഓരോ കാളവണ്ടി പോണതും അതേപോലെ തോട്ടത്തിലൊക്കെ രാവിലെ പോണ കുറെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉണ്ട്. സീനറി അപാരമാണ് സീനറി. ഇത് വണ്ടിന്റെ നല്ലൊരു നമ്മൾ അളക്കാട്ടോ. പഴയ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവുക അതേ അളക്ക് തന്നെയാണ് ഈ കാണുന്നത്. നല്ലൊരു സീനറി കിട്ടിയപ്പോ നമ്മൾ നിർത്തിയതാണ് കേട്ടോ. നല്ല വെള്ളം കാണാനല്ലേ ഭയങ്കരമായിട്ടുള്ള ഒരു പച്ചപ്പ് കേട്ടോ. ഏതാ സ്ഥലോ? നേരത്തെ ഒരു കൊക്ക കട ഇരിക്കണേ. ഇപ്പൊ പറന്നു പോയി. വരിക അത് പറഞ്ഞേ. നമ്മളെ കണ്ടപ്പോ സ്കൂട്ടായി അത്. നല്ല ഏരിയ കേട്ടോ. ഫുള്ള് കൃഷിസ്ഥലാണ്. കുറെ അക്കന്മാരും ഇവരൊക്കെ കൃഷി സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. രാവിലെ തന്നെ പുലർച്ചെ തന്നെ ഇവരൊക്കെ പോവാണ് ഓരോ സ്ഥലത്തേക്ക്. ഓരോ കൃഷിസ്ഥലം അടക്കം ഉണ്ടാവും ഇവിടെ. ഫുള്ള് പറഞ്ഞാല് എല്ലാ വീടിന്റെ ഏരിയയിലും അവർക്കായിട്ടുള്ള കൃഷിസ്ഥലങ്ങളുണ്ട്. അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോയി പണിക്ക് പോകും. ഇവിടെ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ പണിക്ക് പോകും കേട്ടോ. വീട്ടിൽ വെറുതെ ഇരിക്കണ പരിപാടിയില്ല. കുട്ടികളാണ് സ്കൂളിൽ പോകും. ബാക്കിയുള്ളവരെല്ലാരും ദൊഡവരൊക്കെ അല്ല വലിയവരൊക്കെ എന്തായാലും ജോലിക്ക് പോകും. ഇവിടുന്നാണ് പോകുമ്പോ ഇനിയും ഒരുപാട് രസമുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ എന്തായാലും അതൊക്കെ ഷൂട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നോക്കാം. കൊറേ വ്ളോഗ് എടുത്തിട്ട് അതുകൊണ്ട് നല്ലൊരു എന്തോ ഒരു നെർവസ് ചടപ്പുണ്ട്. അല്ല ഒരു ഹെൽത്തിയോ. അപ്പൊ ഞങ്ങൾ അനീസ് 9 വൈക്കരുന്നു. ഇവിടെ അടുത്ത് തന്നെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. അപ്പൊ അവിടെ നമ്മളൊന്ന് നടന്നു പോവാം. രാവിലെ തന്നെ ഒരു വേറൊരു വൈബാണ്. മൈക്കൊക്കെ വാങ്ങിയത് കേട്ടോ. മൈക്ക പറഞ്ഞില്ല അനീസിന്റെ ഒക്കെ ഒരു ഗിഫ്റ്റ് ഉണ്ട്. മൈക്ക ആ മൈക്ക കടിയിൽ വെച്ച് പൂട്ടി രാത്രി പെട്ടെന്ന് വരാൻ തീരുമാനിച്ചായോണ്ട് ആ മൈക്ക കടിയിൽ അകപ്പെട്ടു പോയി. അല്ലെങ്കിൽ ആ മൈക്ക വെച്ചാണ് നമുക്ക് പോവേണ്ടി. ഞങ്ങൾ നടക്കാൻ വരുമല്ലേ. അങ്ങനെ നമ്മൾ ഓടി നോക്കാം. ഇന്നലെ രാത്രിയായിട്ട് പോയിക്കാട് മുടി കെട്ടിയിട്ട് നല്ല ഷാമ്പു കഴിച്ചതാക്കിട്ട് ആകെ ഒരു കഥ അയക്കണ്. പുളി അല്ല വാളം പുളിയാണ്. പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോ എറിഞ്ഞ് കൊയ്ക്കുവാനും പുളിയൊക്കെ കണ്ടുകാണെങ്കിലേ ഇവിടെ ഉപ്പും കൂട്ടിക്കാണ്ട് ലാസ്റ്റ് പീരീഡ് ഒക്കെ ബാക്കിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ പാവം ടീച്ചർമാരൊക്കെ ഉണ്ടാവല്ലോ, സാറുമാരൊക്കെ ആ സമയത്ത് ബെഞ്ചിന്റെ 2 ആൾക്കാരെ അടിയിൽ ആ ഒരു കവറിൽ പുളി ഉപ്പുമാതൊക്കെ വെച്ചുകാണ്ട് കുത്തി തിന്നുവിന്. അന്നൊക്കെ നല്ല രസമുള്ള പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ ഈ പോണ വഴിക്ക്. കർണാടക പറഞ്ഞ ഹള്ളി ഭാഗത്തേക്ക് പോകുമ്പോ ഭയങ്കര രസാട്ടോ. ഭയങ്കര രസമാണ്. ഉൾക്കാഴ്ചകൾ കാരണം ഭയങ്കരമാണ് ഇവിടുത്തെ ഉൾക്കാഴ്ചകൾ എന്ന് പറഞ്ഞാല്.
നമ്മൾ ഏകദേശം നടന്ന് വെള്ളച്ചാട്ടത്തിന്റെ അവിടെ എത്താനായി കേട്ടോ. വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വലിയ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കണ്ട. ചെറിയൊരു അരുവി ഇങ്ങനെ ഒരു ചാടി വരുന്ന ഒരു സ്ഥലം. ഞങ്ങൾ ഇതിന് മുന്നൊക്കെ ഇങ്ങോട്ട് വന്നു കേട്ടോ. നമ്മളെ ഒരു കുറെ മുന്നുള്ള ഒരു പെരുന്നാൾ വ്ളോഗ് കണ്ടോൽക്കറിയാം ഇങ്ങോട്ട് വന്നു. പക്ഷെ അന്നൊന്നും ഈ വെള്ളച്ചാട്ടം ഇല്ല. പക്ഷെ അന്നൊരു ഉച്ചക്കൊക്കെ അല്ലേ, രാവിലെ തന്നെ വരുമ്പോൾ ഒരു വേറൊരു ഫീലാട്ടോ. ഈ പ്രകൃതി രാവിലെ കാണുമ്പോൾ തന്നെ ഒരു വേറെ ലെവലൊക്കെ പ്രകൃതിന്റെ ഒരു പ്രത്യേകതയാണത്. ഓ, നീരുറവൊക്കെ എന്താ ഒഴുകി വരുന്നത്. നേരത്തെ അവിടുന്ന് പാറി പോയ കൊക്കുണ്ട് കേട്ടോ അവിടെ, നമുക്ക് കാണിക്കാം. എന്താ വെള്ളം എന്തെങ്കിലും കർണാടകയിലെ അള്ളികളെ, തമിഴ്നാട് അള്ളികളെ പറഞ്ഞാല് വളരെ മനോഹരം, ബ്യൂട്ടിഫുൾ ആണ് പ്രകൃതി എന്ന് പറഞ്ഞാൽ. നമ്മള് മെയിൻ റോട്ടും വന്ന് ഒരു അള്ളി റോട്ടുമൊക്കെ ഇവിടെ കണ്ട മലകളൊക്കെ പാറ മാത്രമുള്ള മരം. ഇവിടെ ഒരു അമ്പലമുണ്ട്. ഈ റോഡിനാണ് നമ്മൾ പോവാനുള്ളത്. എന്ത് ഇത് വലിയൊരു പാറ കുത്തനൊക്കെ നോക്കാം. ഈ സൈഡിൽ നോക്കാം, വലിയൊരു പാറ കുത്തനൊക്കെ. ഇതൊക്കെ എങ്ങനെ നിക്കണേ? ഇത് മാപ്പിൽ കയറാൻ പറ്റിയ രസമൊക്കെയല്ല. വ്യൂ ഇവിടുന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. ഇനി കുറച്ചുകൂടി മേപ്പോട്ട് പോവാണ്ട് അളക്കി നമ്മൾ കുറച്ച് റെസ്റ്റ് കൊടുക്കുകയാണ്. നമ്മൾ മേലോട്ട് കയറാൻ പോവുകയാണ് മക്കളെ. ഇവിടെ ഹനുമാൻ എന്ന് പറഞ്ഞിട്ട് ഹനുമാനല്ലല്ലേ? ഹനുമാനൊന്നല്ലേ മക്കളെ? ഇത് ഹനുമാനാണോ എന്ന് അറിയണോല് പറഞ്ഞുതരാം. അപ്പൊ ഇനി നമ്മളൊരു ചെറിയൊരു ട്രക്കിങ് കൂടി കയറാണ്ട്. അവിടേക്കാണ് നമ്മൾ പോണത്. ഇവിടെ എല്ലാ മലന്റെ മേലും ഓരോ അമ്പലങ്ങളുണ്ട് കേട്ടോ. കർണാടകന്റെ ഒരു പ്രത്യേകതയാണത്. ഓരോ പ്രാവുകളൊക്കെ ഉണ്ട്. നമ്മളിത് അതിലൂടെ ഇങ്ങനെ അമ്പലത്തിന്റെ ഉള്ളു. വീടെടുത്താൽ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല കേട്ടോ. പിന്നെ നമ്മൾ മെല്ലെ ഇങ്ങനെ ചാടിയാണ് ഇങ്ങനെ പോവും. ആൾക്കാരുണ്ടോ ഇല്ലേ അറിയില്ല. എനിക്ക് നല്ല ഏരിയ അറിയാട്ടാ. അയ്യോ, കുണ്ടുണ്ടോ ഒന്നും അറിയണില്ല. ഇപ്പൊ ഏകദേശം നമ്മൾ അവിടുന്ന് ചാടി വന്നത്. ഇതിന്റെ ഡ്രസ്സൊക്കെ നോക്കാണീ ഫുള്ള് പൊടിയൊക്കെ ആയിട്ടോ. ഇത് മരത്തിന്റെ ഞാൻ മേപ്പട്ടി കയറാനുണ്ടാവും. വീഡിയോ നോക്കിയാണ് മുഖമെന്നറിയില്ല. നല്ല വ്യൂ ആട്ടോ ഇവിടുന്ന്. ഇതിങ്ങനെ പോയി നമ്മൾ അതിന്റെ മേലെത്തുമ്പോ ഒരു അസാധ്യ വ്യൂ ഉണ്ടാവും കേട്ടോ. അതാണ് നമ്മൾ പ്രതീക്ഷിക്കണേ. അത്രക്കൊന്നുമില്ല. ഈ കാട്ടുകൂടൊക്കെ പോയിട്ട് ഒരു അസാധ്യ വ്യൂ കിട്ടണ്ടേ. ട്രക്കിങ് നമുക്ക് കയറാൻ കേട്ടോ. പക്ഷെ ഇത് ചെറിയത് കയറാൻ മാത്രമൊന്നും ഇല്ല, ചെറുതാ. ചെറിയ ട്രക്ക്. വേറെ അയിമക്ക് ലൈറ്റ്. ഇതൊക്കെ എന്താണ് ഗൈസ് കുത്തി നിക്കുന്നത്? മുള്ളമ്പന്നിന്റെ സാധനം. ഇതാണ് ആ ഗൈസ് അസാധ്യ വ്യൂ. ഇതിന് ആംബിയൻസ് മറ്റേ വള്ളത്തിന്റെ അവിടെ ഇരുന്ന കിട്ടിട്ടാ. എന്റെ കൈക്കുള്ള വള്ളത്തിന്റെ അവിടെ ഇരുന്നാല് ഇതാണ് ആംബിയൻസ് അല്ലേ? ശാന്തമായ സ്ഥലം. ശാന്തമീരാവുകൾ ഗാന്ധമീരാവുകൾ കൊണ്ടുവാ കൊണ്ടുവാ. അത് ഉരുള് പൊട്ടിയതേക്കാരം. മൊത്തം മല മൊത്തം ഉരുളൊട്ട. അവിടെ ഒക്കെ പിന്നെ പരന്നെടുക്കല്ലോ, ഒരു സൈഡ് കായിട്ടല്ലോ, ഉള്ളു പരന്ന്. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ പാറ എങ്ങനെ ആവണമെന്നുള്ള അറിയാണെങ്കിൽ പറഞ്ഞു തരാം. ഉമ്പാരിസിന്റെ ഒരു പ്രധാന സംശയമാണ് ഈ പാറ ഇങ്ങനെ ആയിക്കാണ്ട് ഇവിടെ ഉരുള ആയിക്കാണ്ട് കിടക്കണെന്നുള്ളത്. അതെന്നല്ല ഗൈസ്, നമ്മക്ക് പ്രേക്ഷകരുണ്ട്. അയ്യോ, അവിടുന്ന് കയറി വന്നിട്ട് മക്കളെ
എന്തൊക്കെ കുത്തിക്കണേ. ഇതെന്താ വെച്ചാല് പാതി മരമുള്ളൂ തോന്നുന്നുണ്ട്. അവിടെ പോയിട്ട് പ്രത്യേകിച്ചൊരു അനീസിനെ മേത്ത് കുത്തിയതൊക്കെയാണ്. അങ്ങനെ നമ്മള് അമ്പലത്തിനുള്ള കൂടെ ചെരുപ്പും പിടിച്ചിട്ട് നടക്കുകയാണ് നമ്മള്. ഇവിടെ ചെരുപ്പ് ഇടാൻ പറ്റുമോ ഇല്ല എന്നുള്ള നമുക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് ഇതാ തോട്ടിലുള്ള അനീസാണ് ഓടെ നായ. ഇതാട്ടോ പ്രതിഷ്ഠ. ആരെ കുടലൊക്കെ കയറിയാണ്ട് നിക്കണ ഭദ്രരൂപ എന്തെങ്കിലും ആക്കിയാലോ. ഭദ്രകാളിയല്ല അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഇതിന്റെ അടിയിലുള്ള ലേക്ക് കട നമ്മൾ അടുത്തതായിട്ട് പോകാൻ പോണ്. അപ്പൊ ഇവിടുത്തെ കാഴ്ചകൾ ഇത്രേ ഉള്ളൂ. ഇനി ലേക്കും കൂടി കണ്ടിട്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് മടങ്ങാം. പിന്നെ ബാക്ക് ടു ഷോപ്പ്. തിരിഞ്ഞിപ്പോ നാളെ കുറച്ച് ദിവസം ഇങ്ങനെ കട അത് കാരണം ഇങ്ങനെ നടക്കണം. ഇവിടെ മറ്റേ അനീസിന്റെ പോസ്റ്റിംഗ് ഒക്കെയാണ് രാവിലത്തെ. ഈ കർണാടകയിൽ പ്രത്യേകത ഉണ്ട്. എന്താ? അതായത് ഈ ചെറിയ കുളങ്ങളും അത് വേനൽക്കാലമായാലും പറ്റൂലല്ലോ. നമ്മളെ നാടൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പറ്റും. പറ്റാത്തതിന്റെ കാരണം എനിക്കറിയില്ല. പറയുമ്പോ നമ്മളെ നാട്ടിലാണ് കുറവ് മഴയാണല്ലോ ഇവിടെ പെയ്യണേ. പക്ഷെ ഇവിടെ വെള്ളം പറ്റൂല. വെള്ളം പറ്റൂല. നമ്മളാ അപ്പൊ നമ്മൾ തിരിച്ച് റൂമൊക്കെ എത്തിക്കണം കേട്ടോ. റൂമൊക്കെ എത്തിഞ്ഞ് റൂമിൽ കയറുന്നില്ല. നമ്മളിവിടെ ചായക്കട ഉണ്ട്. അവിടെ പോയിക്കാണ്ട് ഒരു ഹോർലിക്സ് എന്തെങ്കിലും കുടിച്ചിട്ട് നേരെ അധികമായിട്ടില്ല. ആകെ 7:30 മണിയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ചായ കുടിച്ചിട്ട് റൂമിൽ പോയിരിക്കും. ഇനി ഒരുപാട് സമയമുണ്ടല്ലോ. ഇനിയിപ്പോ ഇങ്ങനെ മറ്റേത് സുബിക്ക് നീച്ച് നിസ്കരിച്ച് പിന്നെയും കിടന്ന് പിന്നെ ഒരു 9 മണി ആകുമ്പോ നീച്ച് 9:30 കടയിൽ പോയി പിന്നൊക്കെ ഉണ്ട് ചായ കുടിക്കാൻ. അപ്പൊ ഈ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. ഇത് എഡിറ്റ് ചെയ്താണ് ഏത് ക്വാളിറ്റി വരും എനിക്ക് അറിയില്ല. അപ്പൊ എല്ലാവരും ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ അമർത്തുക. അപ്പൊ എപ്പോഴും ഇങ്ങനെ ട്രാവലും ചെയ്യാത്തോണ്ടാണ്. അപ്പൊ ഇനി നാട്ടിലെത്തിയാലും കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചൊരു ഇടവേളയാണ്. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഒക്കെ വരും. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോസ് ഇനിയും വരും. നമ്മൾ ന്യൂ ഇയറിനൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോ വരും. എവിടേക്കും പോകുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ നാട്ടിൽ പോകും. അതിനിടയ്ക്ക് എന്താണെന്നൊന്നും അറിയില്ല. അപ്പൊ ഇൻഷാ അല്ലാ. അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും കാരണം വരെ. ബൈ ബൈ.